എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനെ കുറിച്ചാണ്. ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ സർട്ടൻ സ്റ്റെപ്സ് ഉണ്ട്. സോ ആദ്യം തന്നെ എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. ന്യൂസിലാൻഡിലെ രജിസ്റ്റേർഡ് നഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ പെർട്ടിക്കുലർ കൺട്രിയിലെ ലൈസൻസ് വേണ്ടതുണ്ട്. സോ ലൈസൻസ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു ഇന്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സ് ആണെങ്കിലും നിങ്ങളുടെ മിനിമം ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ആണെന്ന് എൻഷുർ ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, GNM ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മോർ ദാൻ 5 to 6 years ഒക്കെ RN എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നഴ്സിംഗ് രജിസ്ട്രേഷന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എലിജിബിലിറ്റി നോക്കുമ്പോൾ BSc നഴ്സസ്, GNM വിത്ത് മിനിമം 5 years or more experience as RN, then post BSc nurses, Master of Nursing complete ചെയ്തവർ, ഇവരൊക്കെ ന്യൂസിലൻഡിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണ്. ഇനി ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ക്രിഡൻഷ്യൽ വെരിഫിക്കേഷൻ ആണ്. ക്രിഡൻഷ്യൽ വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത്. വൺസ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ഒരു റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യും. ആ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ കേസ് മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്യൂ ചെയ്ത റിപ്പോർട്ട് കേസ് മാനേജർ വെരിഫൈ ചെയ്യും. അതല്ലാതെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ അതും ചോദിച്ചതിന് ശേഷം ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ നിങ്ങൾക്ക് ഡിസിഷൻ ലെറ്റർ തരും. ഈ ഡിസിഷൻ ലെറ്ററിന്റെ സ്റ്റേജിലാണ് ന്യൂസിലാൻഡിന്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുക. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷനുമായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോസസ് ആണ്. ഇനി തേർഡ് സ്റ്റെപ്പാണ് കോമ്പീറ്റൻസി എക്സാംസ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഡിസിഷൻ ലെറ്റർ ഓർ കൺഫർമേഷൻ കിട്ടുമല്ലോ. ഈ കൺഫർമേഷനിനകത്ത് വരുന്നത് നിങ്ങൾ MCQ എക്സാമിനേഷനും OSCE അറ്റൻഡ് ചെയ്യണം. ഈ രണ്ട് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നായിരിക്കും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരുന്നത് MCQ എക്സാമിനേഷൻ ആണ്. അതായത് തിയറി ബേസ്ഡ് എക്സാമിനേഷൻ. ന്യൂസിലൻഡിന്റെ ഫസ്റ്റ് എക്സാമിനേഷൻ ആണ് IQN തിയററ്റിക്കൽ എക്സാമിനേഷൻ. MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിയേഴ്സൺ വ്യൂവിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇന്ത്യയിൽ തന്നെ പല ടെസ്റ്റ് സെന്റേഴ്സും അവൈലബിൾ ആണ്. IQN തിയറി എക്സാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുക. അത് വിസ പ്രോസസ് ആണ്. വിസിറ്റിംഗ് വിസ പ്രൊസീജിയർ ചെയ്യേണ്ടതുണ്ട്. OSCE എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ആണല്ലോ. അതിന്റെ സെന്റർ വരുന്നത് ന്യൂസിലാൻഡിൽ തന്നെയാണ്. സോ ഒരു വിസിറ്റർ വിസ എടുത്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ന്യൂസിലാൻഡിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിസിറ്റർ വിസ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, കാര്യങ്ങൾ, ഷോ മണി എല്ലാം ചെക്ക് ചെയ്ത് വിസ ഫയൽ ചെയ്ത് വിസ വന്നതിന് ശേഷം അടുത്ത സ്റ്റെപ്പായ OSCE അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. OSCE ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. 10 സ്റ്റേഷൻസ് ആണ് ഉണ്ടാവുക. റീസെന്റ് ആണ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ OSCEയും IQN ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് മുമ്പായിട്ട് തന്നെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി ഈ ഒരു സെയിം പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സെയിം വേ തന്നെയാണ് ന്യൂസിലാൻഡിലും OSCE 10 സ്റ്റേഷൻ ആണ് വരുന്നത്. 10 സ്റ്റേഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് വരും. റിസൾട്ട് വന്ന് പാസ് ആയതിനു ശേഷം ആ ഒരു കോമ്പീറ്റൻസി എന്ന് പറയുന്ന ഒരു സ്റ്റെപ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ട് എക്സാമിനേഷനും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ഫൈനൽ പാർട്ടാണ്, അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പാണ് APCക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത്. ആനുവൽ പ്രാക്ടീസിംഗ് സർട്ടിഫിക്കറ്റ്. ആ ഒരു APCനെയാണ് ന്യൂസിലൻഡിലെ ലൈസൻസ് എന്ന് പറയുന്നത്. സോ ലൈസൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്ത ഡോക്യുമെന്റേഷൻ പാർട്ടും ദെൻ വെരിഫിക്കേഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ടും ഒക്കെ കൊടുത്തതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് APC ലഭിക്കുക. ഇനി ഇതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലാംഗ്വേജ് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജിന്റെ ആവശ്യമില്ല. ഒരു 3 to 4 monthsനുള്ളിൽ നിങ്ങൾ ലാംഗ്വേജ് എടുത്ത് തന്നാലും മതിയാവും. പിന്നെ നിങ്ങളുടെ കോളേജ് കൗൺസിൽ വെരിഫിക്കേഷനും അതുമെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു പ്രൊസീജിയറും ചെയ്യുന്നത്. സിമ്പിൾ ആയി പറഞ്ഞാൽ വെരിഫിക്കേഷൻ, ലാംഗ്വേജ് ടെസ്റ്റ്, IQN തിയറി, OSCE ആൻഡ് ഫൈനൽ രജിസ്ട്രേഷൻ. ഇത്രയും പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂസിലൻഡിലെ ലൈസൻസ് കിട്ടും. ന്യൂസിലൻഡിലെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വേറെ എക്സാമിനേഷൻ ഒന്നും അറ്റൻഡ് ചെയ്യേണ്ടതില്ല. ഡെസ്മ ഇന്റർനാഷണൽ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ് ചെയ്യുന്ന കൺസൾട്ടൻസി ആണ്. ഇന്റർവ്യൂ അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു ബാച്ചിലർ ഹോൾഡർ ആണ്, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് ചെയ്യാനായിട്ട് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഡെസ്മ ഇന്റർനാഷണലിന്റെ കോൺടാക്ട് നമ്പറിൽ നമ്മളെ മെസ്സേജോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.